പാലക്കാട്ടെ ഒയാസിസ് കമ്പനി വിവാദങ്ങളെ തുടർന്ന് ആ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, പിന്മാറിയിട്ടില്ല കേട്ടോ. എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിയുടെ ബ്രൂവറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ മണ്ണുമാന്ത്രി യന്ത്രം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയല്ല നടക്കുന്നതെന്നും കാട് വെട്ടിത്തെളിക്കാനാണ് JCB ഉൾപ്പെടെ കൊണ്ടുവന്നതെന്നും കമ്പനി പ്രതിനിധി അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി സാജിദ് അജ്മലാണ് ചേരുന്നത്. സാജിദ, അങ്ങനെ കാട് വെട്ടിത്തെളിക്കാനാണെങ്കിൽ കമ്പനി പ്രതിനിധികൾ ഉൾപ്പെടെ എത്തിയത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സൈഫുദ്ദീൻ, ദിവ്യ, വലിയ വിവാദം ഉണ്ടായ ഒന്നാണ് എലപ്പുള്ളിയിലെ ഒയാസിസ് എന്ന ബ്ലൂവറി കമ്പനി. ഇതിന്റെ പണികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഒരു സംഘം എത്തിയത്. അതായത് JCB ഉൾപ്പെടെയാണ് കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ ഈ സമരം നടക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുകയാണ്. ഇപ്പോ അവര് പറയുന്നത് വെറും ഈ കാട് വെട്ടാൻ വേണ്ടി വന്നതെന്നാണ്. കാട് വെട്ടാൻ വന്നാല് ട്രാക്ടർ എന്തിനാണ്? ട്രാക്ടർ ആവശ്യമില്ലല്ലോ. കാട് വെട്ടാൻ വന്നിട്ട് വൃത്തിയാക്കി മണ്ണിട്ട് ലെവലാക്കി രാത്രിക്ക് രാത്രി നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനാണ്. നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ പഞ്ചായത്തിൽ അതിന്റെ അനുമതി കൊടുക്കാതെ തന്നെ പഞ്ചായത്തിൽ വന്നിട്ട് ഈ എത്രയും പെട്ടെന്ന് വെള്ളത്തിന്റെ ഒരാള് സുരേഷ് പറഞ്ഞ കൊടുമ്പിലെ ഒരാള് സാക്ഷ്യപത്രം കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് എവിടുന്ന വെള്ളം എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അയാൾ ലൈസൻസ് ഉള്ള ആളാണോ അത് പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് കഴിയാതെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും എല്ലാ നിയമങ്ങളും കാറ്റി പറത്തിക്കൊണ്ട് അതിന് പോലീസും ഭരണകൂടവും ഒത്താശ ചെയ്യുന്നതിനെതിരെ മണ്ണുകാട്ടിലെ ജനതയും എലപ്പുള്ളി ജനതയും ഒറ്റക്കെട്ടായി നേരിടും എന്ന് മാത്രം പറയുന്നു. ഈ വലിയ ഒരു സമരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കമ്പനി പ്രതിനിധികൾ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ഈ സമരം ശക്തമായി കൊണ്ടുപോകും നിങ്ങൾ? തീർച്ചയായിട്ടും ഞങ്ങളുടെ മരണം വരെ ഇവിടെ ഇത് അനുവദിക്കില്ല. എലപ്പുള്ളിക്കാർ ഇവിടെ അനുവദിക്കില്ല ബ്രൂവറി വരാൻ. മരണം വരെ ഞങ്ങൾ ഇത് സമരം ചെയ്യും. ഒരിക്കലും അനുവദിക്കില്ല. ഈ നമുക്കറിയാം കഞ്ചിക്കോട് ഈ പ്ലാച്ചിമട കൊക്കക്കോളയുമായി ബന്ധപ്പെട്ട് വലിയ സമരവും പ്രതിഷേധവും നടന്ന് അങ്ങനെ കൊക്കക്കോളയ്ക്ക് ഇവിടുന്ന് പൂട്ടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ വെള്ളം അസംസ്കൃത വസ്തുവായ ഒരു കമ്പനിയാണ് വരുന്നത്. അന്ന് ഈ കൊക്കക്കോളയ്ക്ക് സമരത്തിന് നേതൃത്വം നൽകിയ വിളയോടി വേണുഗോപാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയും പ്രത്യാഘാതവും എന്തൊക്കെയാണ്? കേരള ജനത കണ്ടതാണ് പ്ലാച്ചിമടയെ അവിടുത്തെ ആവാസ വ്യവസ്ഥ മുഴുവൻ തകർത്ത് ജനങ്ങളുടെ അതിജീവനം മുട്ടിച്ച ചരിത്രം മലയാളികളുടെ മുമ്പിലുണ്ട്. അത് ഈ ഭരണാധികാരികൾക്കും അറിയാം. കൊക്കോക്കോള വിരുദ്ധ സമരത്തിന് പങ്കെടുത്തവരാണ് ഇവിടുത്തെ എക്സൈസ് മന്ത്രി തൊട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും. അവർക്കിതെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ കുത്തകളോട് മൂലധന സംഭരണത്തിന് വേണ്ടി സംഭരിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് ഇതിവിടെ അടിച്ചേൽപ്പിക്കുകയാണ്. എല്ലാ നിയമങ്ങളും മറികടന്നുകൊണ്ട് ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ പ്രാദേശിക ജനങ്ങളുടെ അനുമതി വേണം. അതുപോലെ തന്നെ മലിനീകരണ നിയമം, ഭൂജല നിയമം, ഇത് ക്രിട്ടിക്കൽ ഏരിയ ആണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മദ്യരാജാക്കന്മാരുടെ പാദസേവകരായി അടിമകളായി പ്രകടന പത്രിക ലംഘനം നടത്തിക്കൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്ന പറഞ്ഞിരിക്കുന്നത് 2016 പ്രകടന പത്രികയിൽ ഉപഭോഗവും കുറയ്ക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായി മദ്യരാജാക്കന്മാർക്ക് കൊടലൂത്ത് നടത്തി അവരുടെ പാദസേവകരായി ഇവിടെ ഒരു മദ്യ കമ്പനി പ്രകടന വിരുദ്ധ വാഗ്ദാനങ്ങൾക്കെതിരായി ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന, കുടിവെള്ളത്തെ തകർക്കുന്ന, കൃഷിവെള്ളത്തെ കുറക്കുന്ന ഒരു കുത്തകകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് സർക്കാർ. ഇത് ഒരു എന്തായാലും ഈ പോലീസിന്റെ വലിയ ഒരു സന്നാഹമുണ്ട്. ഈ കമ്പനി ഈ കൊണ്ടുവന്ന JCB ഉൾപ്പെടെ തൽക്കാലം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ ഈ സമരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഇനിയും ഇങ്ങോട്ട് ഈ JCB അടക്കമുള്ള സംവിധാനങ്ങളുമായി വന്നു കഴിഞ്ഞാൽ ഈ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ എൻ്റെ ഇടതുഭാഗത്ത് വയൽ കാണാം. അതോടൊപ്പം തന്നെ ഈ പറമ്പുമുണ്ട്. ഈ സ്ഥലം തന്നെ ഈ നേരത്തെ ഇതായിരുന്നു, അതായത് ഈ വയലായിരുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടി, കുറച്ച് ഭാഗം വയലായിരുന്നു എന്ന ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്, വലിയ പോലീസിന്റെ സന്നാഹം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഇവർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. പക്ഷേ വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കമ്പനി പ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തായിരുന്നു നമ്മളിവിടെ ലക്ഷ്യം വെച്ചത്? നമ്മൾ വളരെ കൃത്യമായി വില്ലേജ് ഓഫീസർക്ക് 4 ദിവസം മുമ്പ് കത്ത് നൽകിയിരുന്നു. നമുക്ക് കാട് വെട്ടിത്തെളിക്കണം, അത് കഴിഞ്ഞ് ഡിജിറ്റൽ സർവേ, കോണ്ടൂർ സർവേ ചെയ്യണം, 3 അത് കഴിഞ്ഞ് താലൂക്ക് സർവേ ചെയ്യണം,
അത് കഴിഞ്ഞാൽ മഴവെള്ള സംഭരണിയെ കുറിച്ചിട്ട് എക്സ്പേർട്സിനെ വെച്ചിട്ടുള്ള ഒരു പഠനം നടത്തണം. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് വില്ലേജ് ഓഫീസറെ ഇൻഫോം ചെയ്തു. ആ കോപ്പി വെച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും കസബ CAയ്ക്കും ഞങ്ങൾ കത്ത് കൊടുത്തു. അതിനുശേഷമാണ് JCB വിളിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഞങ്ങൾ ലാൻഡ് വൃത്തിയാക്കാൻ മാത്രമാണ് അടുത്തൊരു 15 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് ലാൻഡ്, കാരണം 24 ഏക്കർ സ്ഥലമാണ്. എനിക്ക് മീഡിയ വണ്ണോട് പറയാനുള്ളത്, നിങ്ങൾ ആ സ്ഥലത്തേക്കൊന്ന് പോകണം, ആ കാട് നിൽക്കുന്ന സ്ഥിതിവിശേഷം നോക്കണം. 25-ാം തീയതി പഞ്ചായത്തിൻ്റെ യോഗത്തിൽ ചർച്ചയായതാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലെ കാട് വെട്ടിത്തെളിക്കാത്ത കാരണം പന്നിശല്യവും അതുപോലെ തന്നെ മലമ്പാമ്പിൻ്റെ ശല്യവും ഉണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങളിത് വെട്ടി വൃത്തിയാക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഡിജിറ്റൽ സർവേ. കാരണം ഡിജിറ്റൽ സർവേ സർവേ നടത്തുന്നതിന് മുൻപായി ആ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുക എന്നാണ് ലക്ഷ്യം വെച്ചത്. അതെ, ഡിജിറ്റൽ സർവേ ചെയ്യണമെങ്കിൽ കാർഡുണ്ടെങ്കിൽ ഡിജിറ്റൽ സർവേ ചെയ്യാൻ കഴിയില്ല. ഡിജിറ്റൽ സർവേ കഴിഞ്ഞാലേ താലൂക്ക് സർവേറെ കൊണ്ടിട്ട് നമുക്ക് ബൗണ്ടറി സ്റ്റോൺ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ഈ പ്രതിഷേധം ശക്തമായതുകൊണ്ട് ഇതൊന്ന് പിന്മാറുകയാണ്. അല്ല, പിന്മാറുക അല്ല എന്നല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയേ തീരൂ. അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ന് ഇവിടെ നടത്തുന്ന എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഞങ്ങളിവിടെ ഫൗണ്ടേഷൻ ഇടാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. എങ്ങനെ ഫൗണ്ടേഷൻ ഇടും? കേരളത്തിലെ ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ, ഉദ്യോഗസ്ഥ സംവിധാനം നിലനിൽക്കുമ്പോൾ പഞ്ചായത്തിന് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയ ശേഷമല്ലേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിലിപ്പോൾ ഈ ആളുകളുടെ ഏറ്റവും വലിയൊരു ആശങ്ക, ഇപ്പോൾ ഒരു വെള്ളം അസംസ്കൃത വസ്തുവായ ഒരു ബ്രൂവറിയാണ് തുടങ്ങാൻ പോകുന്നത്, വലിയൊരു കുടിവെള്ളക്ഷാമം വരും എന്നുള്ളതാണ് ആളുകളുടെ പ്രധാന ആശങ്ക. ഇവിടെ നിങ്ങൾ മാധ്യമങ്ങളും തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ കൃത്യമായി ഗവൺമെൻറ് ഓർഡർ പറഞ്ഞിരിക്കുകയാണ്. 4 സ്റ്റേജിലാണ് ഈ പ്രൊജക്റ്റ്. 1ാമത്തെ സ്റ്റേജിൽ IMF യൂണിറ്റ് മാത്രമാണ് ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ENAയും എത്തനോളുമാണ്. 3rd ഫേസിൽ വൈനറി. 4th സ്റ്റേജിലാണ് ഇത് വരുന്നത്, ബ്രീവറി. അത് 2030 വരുന്ന കാര്യമാണ്, ഈ 2029 വരുന്ന കാര്യമാണ്. ഞങ്ങൾ കൃത്യമായി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. 2025 2029 വരാൻ സാധ്യതയുള്ള സാധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഈ ഒരു പദ്ധതിയായി പോകുമ്പോൾ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അപ്പൊ ആളുകൾക്ക് ഇവിടെ കുടിവെള്ളം പ്രശ്നം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുമോ? 100% ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും. ഞങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഞങ്ങൾ വളരെ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മഴവെള്ള സംഭരണി വഴിയാണ് ഇത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ കാട് വെട്ടിത്തെളിക്കൽ തന്നെ അതിന്റെ പ്രാരംഭഘട്ടമാണ്. കാരണം കാട് വെട്ടിത്തെളിച്ചാലേ ഒരു വർഷം മുഴുവൻ ഈ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞ് ബ്ലൂവറി ഉണ്ടാക്കാൻ കഴിയുമോ? കഴിയില്ല എന്ന് എങ്ങനെ പറയുക? നിങ്ങൾ അഹില്യനൊന്ന് പോയി നോക്കൂ, അവിടെ 12 മഴവെള്ള സംഭരണി ഇരിക്കല്ലേ. കേരളം വിട്ട് തമിഴ്നാട്ടിൽ മഴവെള്ള സംഭരണി വഴി എത്ര വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നു. അഹല്യ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ക്യാമ്പസാണ്. ഇത് 24 ഏക്കറിൽ ഇത്ര വലിയ വെള്ള സംഭരണികൾ ഉണ്ടാക്കി നിങ്ങൾക്ക് കമ്പനി തുടങ്ങാനുള്ള ഒരു സ്പേസ് കൂടി അവിടെ ഉണ്ടോ? ഞാൻ കാര്യം പറയട്ടെ, 4 ഫേസ് ആയിട്ടാണല്ലോ നിങ്ങൾ തുടങ്ങുന്നു പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഫേസ് ഞങ്ങൾ ആദ്യം ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നു. ഫസ്റ്റ് ഫേസ് സക്സസ്ഫുള്ളി റൺ ചെയ്ത് കാണിക്കും, നടത്തി കാണിച്ചിട്ടാണ് ഞങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സ്ഥലം അപ്പോൾ വാങ്ങാമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് മഴവെള്ള സംഭരണി ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്ത് നിയമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിനെ 4 ഫേസായി ഞങ്ങൾ തിരിച്ചത്. ഇപ്പോൾ ഈ മഴവെള്ളം മാത്രം അല്ലാതെ വേറെ എവിടെ നിന്നും വെള്ളം എത്തിക്കില്ല, ഭൂഗർഭജലം എടുക്കില്ല, അങ്ങനെയാണ്? ഭൂഗർഭജലം എടുക്കില്ല. ഞങ്ങൾ കുഴൽക്കിണർ കുഴിച്ചിട്ടില്ല, കിണർ കുഴിച്ചിട്ടില്ല, കുളം കുഴിച്ചിട്ടില്ല. ആ ലാൻഡ് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്, ആർക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഈ ബ്ലൂവറി തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിദിനം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം ആവശ്യം വരും? ബ്രൂവറി കുറിച്ചിട്ട് ഞങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കിയിട്ടില്ല. ബ്രൂവറിയുടെ അതായത് ബ്രൂവറി 4th ഫേസ് ആണല്ലോ. 4 ഫേസ് ആയിട്ടല്ലേ ഞങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയും. കമ്പനി അങ്ങോട്ട് എത്തുമ്പോൾ എങ്ങനെ ഇപ്പോൾ നേരത്തെ തന്നെ ഒരു പ്രൊജക്ട് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ഫേസിനാണ് ഇപ്പോൾ നിങ്ങൾ അനുമതിക്ക് പോയിട്ടുള്ളൂ. ഫസ്റ്റ് ഫേസിന്റെ അനുമതി കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് സെക്കൻഡ് ഫേസും 3rd ഫേസും 4th ഫേസും കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് അനുവാദമുള്ളൂ. ഞാൻ അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ എന്താ പറയുക വൈസ് പ്രസിഡന്റ് ഓപ്പറേഷൻസ് ആണ്. എനിക്കിപ്പോൾ തന്നിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിനെ കുറിച്ച് മാത്രമാണ്. ഫസ്റ്റ് ഫേസിന് വേണ്ട വെള്ളം എത്രയാണെന്ന് കൃത്യമായ കണക്ക് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ സമരക്കാരുടെ പ്രധാന ആവശ്യം ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഭൂമിയുടെ 24 ഏക്കറിൽ കുറച്ച് ഭൂമി ഈ ഇതായിരുന്നു, തണ്ണീർത്തടം ഉൾപ്പെടെയുള്ള സ്ഥലമായിരുന്നു. ആ വിഷയത്തിൽ എന്താണ്? ഞങ്ങൾ ഈ ഭൂമി വാങ്ങിയ ഉടനെ തന്നെ ഈ 15 ഏക്കർക്ക് മുകളിൽ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് എന്താ പറയുക ലാൻഡ് സീലിംഗ് എക്സംഷന് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ വഴി അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് നടന്നു കഴിഞ്ഞിട്ടല്ലേ അത് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഇപ്പോഴും ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിലാണ് നിലവിൽ വരുന്നത്. അത് സർക്കാർ ഈ പ്രത്യേക അനുമതിയോടുകൂടി അത് മാറ്റി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊജക്ട് തുടങ്ങാൻ കഴിയുള്ളൂ. സെക്കൻഡ് ഫേസ് 3rd ഫേസും തുടങ്ങാൻ കഴിയുള്ളൂ.
സൈഫു, ഇതാണ് ഈ കമ്പനിയുടെ വിശദീകരണമായി പറഞ്ഞത്. എന്തായാലും 4ാം ഘട്ടത്തിലാണ് ബ്ലൂവറി വരിക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ ഒരു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ ജലവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക അതേപോലെ നിലനിൽക്കുന്നുണ്ട്. സൈഫുദ്ദീൻ, ഇന്ന് എന്തായാലും ഈ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്.